ഈ മൽപ്പിടുത്തം പോലും കർത്താവിൻ്റെ പദ്ധതി പ്രകാരമുള്ള മൽപ്പിടുത്തമാണ്. കർത്താവ് അറിഞ്ഞുകൊണ്ടുള്ള മൽപ്പിടുത്തങ്ങളാണ്. ഒരു വിശ്വാസിക്ക് കർത്താവിൻ്റെ അറിവില്ലാതെ ഒരു ഗോലിയാത്തം വരത്തില്ല, ഓർത്താൽ മതി. ഒരു വിശ്വാസിക്ക് കർത്താവിൻ്റെ അറിവില്ലാതെ രോഗമായിക്കൊള്ളട്ടെ, ക്ഷീണമായിക്കൊള്ളട്ടെ, മക്കളുടെ ദുർനടപ്പായിക്കൊള്ളട്ടെ, സാമ്പത്തിക കടമായിട്ടുള്ള ദൈവവേദനെ നിൻ്റെ ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ആരും നിന്നെ തൊടത്തില്ല. നീ തൊടുമ്പോൾ, നീ ഗോലിയാത്തിനെ കാണുമ്പോൾ നീ ഓർക്കണം, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. നിനക്ക് വിശക്കുമ്പോൾ നീ ഓർക്കണം, 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയ എൻ്റെ കർത്താവ് ഈ അവസ്ഥയിലും എന്നെ സഹായിക്കും. അതാണ് ഫെയ്ത്ത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയണത് 14:22, നടപടി പുസ്തകം 14:22, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ഏറ്റു പറഞ്ഞേ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. എന്താണ് സഭയുടെ അപ്പോസ്തലന്മാർ പല പണിയും ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലന്മാർ സ്ഥാനത്തിരിക്കണം ഞങ്ങളുടെയും ബിഷപ്പുമാരുടെയും സഭയുടെയും പോപ്പിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവരുടെ അസ്തിത്വം. വാട്ട്സ് ദ മീനിങ് ഓഫ് ദ അനോയിൻറ്റിങ്? അവരുടെ അഭിഷേകത്തിൻ്റെ അർത്ഥം എന്താണ്? അഭിഷേകത്തിൻ്റെ അർത്ഥം എന്താണ്? അതായത് ജനങ്ങളോട് പറയണത് എന്താണ്? വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതാണ് ബിഷപ്പ് പറയേണ്ടത്. ജനങ്ങൾക്കിപ്പോൾ രോഗങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മാനസിക അകൽച്ചകളുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, ഉള്ള കുഞ്ഞുങ്ങൾക്കുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട്. ഇതെല്ലാം വ്രണതമായിട്ടുള്ള ഗോലിയാത്തുമായിട്ട് അടരാടുന്ന ഒരു വിശ്വാസിയോട് സഭയുടെ അപ്പോസ്തലന്മാരുടെ റോൾ എന്താണ്? അതാണ് 14:22. മക്കളെ, എന്തെല്ലാം വിഷയം ഉണ്ടായാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. നീ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അതാണ് അപ്പോസ്തലന്മാരുടെ റോള്. എന്ത് ചെയ്യണം? താത്വിക ഉപദേശങ്ങൾ നൽകിയിട്ട് മനുഷ്യനെ ഇരുട്ടിൽ തപ്പിക്കരുത്. മറിച്ച് ആ പോയിന്റ്, they must address to the point. They must address to the point of suffering. അവരുടെ സങ്കടങ്ങളിൽ അവർക്ക് തകർച്ച വരാൻ സാധ്യതയുള്ള എന്താണ്? മനസ്സ് ഇടറിപ്പോകും. അതുകൊണ്ട് അവരെന്താ ചെയ്യേണ്ടത്? മനസ്സിൽ ശക്തിപ്പെടുത്തണം. ദാറ്റ് വി ആർ ഡൂയിങ്. കൃപാസനത്തിൽ 30 കൊല്ലമായിട്ട് നടക്കുന്ന ശുശ്രൂഷയാണ്. എന്താണ്? മനസ്സിനെ ശക്തിപ്പെടുത്തുക. ഒരുവൻ അവൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും കാരണം അവനെങ്ങാനും വിശ്വാസം നടന്നു പോയാൽ, ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയാൽ, ദേ മസ്റ്റ് ബി, അതാണ് അവർക്ക് സ്ട്രെങ്ത് വേണം. അതാണ് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. എന്താണ്? വിശ്വാസികളെ ശക്തിപ്പെടുത്താൻ. കാലമെല്ലാം കഴിഞ്ഞു പോകും. അതിനുശേഷം കർത്താവിൻ്റെ പരീക്ഷണം കഴിയുമ്പോൾ നിന്നെ കർത്താവ് ഉയർത്തും. നിന്നെ ഉയർത്താൻ പോകുന്നത് കൊണ്ടാണ് നിന്നെ ഇപ്പം താഴ്ത്തിയിരിക്കണത്. സ്റ്റാൻഡ് അപ്പ് ടു ഹിം, സ്ട്രോങ് ഫെയ്ത്ത്. അതാണ് പിശാചായാലും ശരി, സ്റ്റാൻഡ് അപ്പ് ടു ഹിം. 1 പത്രോസ് 5:9, സ്ട്രോങ് ഫെയ്ത്ത്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, എല്ലാ സങ്കടങ്ങളിലും വിശ്വാസത്തിലെ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തെയും പ്രതിരോധിച്ചുകൊണ്ട് കരുത്ത് പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ ദാസൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 63:3 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ വലുതാണ്. കർത്താവേ, ആ കാരുണ്യം
ജീവനേക്കാൾ വലുതായ കാരുണ്യം, പാപത്തെക്കാൾ വലുതായ കാരുണ്യം, ഒരു മനുഷ്യൻ്റെ പശ്ചാത്താപത്തെക്കാൾ വലുതായ കാരുണ്യം. ഇപ്പോഴ് നാനാജാതി മതസ്ഥര്, വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥകളിലുള്ളവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ രോഗങ്ങളിലെ കർത്താവേ നിന്റെ കൈകൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്തിൻ്റെ കണ്ണുകളിൽ ചേർപ്പൂച്ചിക്കൊണ്ട് അവൻ്റെ കണ്ണുകൾ തൊട്ട് പ്രാർത്ഥിച്ച നിന്റെ ദൈവത്വത്തിൻ്റെ കൈകൾ കർത്താവേ രോഗികൾ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മീയ കൈകൾ കർത്താവേ ഇപ്പോൾ രോഗികൾ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊണ്ടവേദന ഉള്ളവരെ, തൈറോയിഡ് ഉള്ളവരെ, ടോൺസൈറ്റ് ഉള്ളവർ കർത്താവേ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൈറോയിഡ് ബാധിച്ചവരെ, കോവിഡ് ബാധിച്ചവരെ, ശ്വാസകോശങ്ങൾ കർത്താവേ തിങ്ങിപ്പോയവരെ, ശ്വാസമെടുക്കാൻ പറ്റാത്തവരെ കർത്താവേ, വെന്റിലേറ്ററിൽ കിടക്കുന്നവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 5:6 പ്രാർത്ഥിക്കുന്നു കർത്താവേ, സുഖം പ്രാപിക്കാൻ നിനക്ക് ആവശ്യമായ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച കർത്താവേ, എല്ലാവരും കർത്താവേ ആഗ്രഹത്തോടെ അങ്ങനെ തിരുസന്നിധിയിൽ കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കൃപാശ്രമെന്ന് ശിലോഹക്കുളം കർത്താവേ, നിന്റെ ദൈവതന്മാരെ കലക്കുന്ന ഈ നിമിഷങ്ങൾ കർത്താവേ, അനേകം മക്കളെ കർത്താവേ സൗഖ്യപ്പെടുത്തണമേ. ഉദരരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, ഉദരരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, ഉദരരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, സുഖപ്പെടുത്തണമേ കർത്താവേ, എല്ലാ മക്കളെ കർത്താവേ, ഹൃദയ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, ഹൃദയ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, ഹൃദയ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, കരൾ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, കർത്താവേ തുടരണമേ കർത്താവേ, കർത്താവേ തുടരണം കർത്താവേ. അടിപ്പിടറ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി, അടിവിടറ പോലെ ദൈവികമായ ശക്തി അവലേക്ക് ആവശ്യിക്കട്ടെ കർത്താവേ. ആത്മാവിനെ പ്രാർത്ഥിക്കാൻ കഴിയാത്തവരിലെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. മക്കളെ കൊണ്ട് വേദന അനുഭവിക്കുന്നവരെ, മക്കളെ കൊണ്ട് കണ്ണുനീർ അനുഭവിക്കുന്നവരെ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ സകല രോഗങ്ങളും ഈ നിമിഷം യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. വരേണമേ സൗഖ്യം തരേണമേ, നാഥാ വരേണമേ. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ശരീരത്തിൽ കുരുക്കളുള്ളവരെ കുരുക്കളെ, ശരീരത്തിൽ കുരുക്കുള്ളവരെ കുരുക്കളെ കർത്താവ് മായ്ച്ചു കളയുന്ന സന്ദേശമുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. അലർജിയുള്ളവരെ, അലർജിയുള്ളവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. വരാത്തവരും എപ്പോഴും മോണക്സിയലിന്റെ അസുഖമുള്ളവരെ സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. സൂചിച്ചോട് നിൽക്കട്ടെ. കർത്താവ് കണ്ണുകളെ കാണിച്ചു തരുന്നുണ്ട്. വലത് കണ്ണുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. കളർ മാറ്റമുള്ള വലത് കണ്ണുകളെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. സൂചിച്ചുകൊണ്ടിരിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ സൗഖ്യം തരേണമേ. ഒരുമിച്ച് പാടാം. ഈശോ ഈശോ അണയും പാവന നിമിഷമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തിരുജീവൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വരേ
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രഗ്നൻ്റായിട്ടുള്ളവരെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവർ, മക്കളായിരിക്കും പ്രഗ്നൻ്റായിട്ടുള്ളവർ, അവർ ചിലപ്പോൾ വീട്ടിലോ ഡ്യൂട്ടി ചെയ്യുന്നൊക്കെ സമയമായിരിക്കാം. അമ്മമാർക്ക് സ്വന്തം വയറ്റിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്, മക്കളെ ഓർത്തുകൊണ്ട്. പ്ലീഹായും അതുപോലെ തന്നെ കട്ട് പാങ്ക്രിയാസിന് രോഗമുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ സുഖരോഗികൾ, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തവർ, ഭക്ഷണത്തിന് അലർജി ഉള്ളവർ, അവരെല്ലാം ഉദരത്തിൽ നാക്കിലോ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കളെ, കർത്താവ് നിങ്ങളെ ഇപ്പോൾ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷന് വിധേയമാകുന്നവരെ കുറിച്ചാണ്. കത്രിക ഒരു സന്ദേശമായിട്ട് കാണിക്കുകയാണ്. ഓപ്പറേഷൻ വിധേയമാകാൻ പോകുന്നവരെ, അവരെവിടെയാണ് ഓപ്പറേഷൻ ആകാൻ പോകുന്നവരെ ആ സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്പറേഷൻ നിങ്ങൾ പറയുന്നതിനേക്കാൾ നേരത്തെ തീരും. കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അവിടെ ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിരിക്കാൻ കർത്താവ് പ്രത്യേകം ആവശ്യപ്പെടുന്നു. പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞവരെ, അതിൻ്റെ ഭവിഷ്യത്തുകളും ചികിത്സയിലിരിക്കുന്നവരെ, അവരെ എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്തത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇപ്പോഴും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലത് കരം എന്തിനെല്ലാം വേണ്ടി ആരെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഒരു കുഞ്ഞിനെ പോലും കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവിടെ യോഗ്യത നോക്കിയല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യത, നിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത, നിൻ്റെ തിരുമരണത്തിൻ്റെ യോഗ്യതയെ ആശ്രയിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ കർത്താവേ, നിൻ്റെ അറിവോടും അനുവാദത്തോടും നിൻ്റെ നിയോഗത്തോടും കൂടിയാണ് പരിശുദ്ധമ്മ ഈ അൾത്താരയിൽ സമയഘടികാരം നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ആ പ്രത്യക്ഷഗണത്തിന് സ്ഥിരീകരണത്തിന് അടയാളം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ മേഖലകളെല്ലാം ആരെല്ലാം എവിടെയെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം കർത്താവേ നീ അമ്മയോട് പറഞ്ഞതാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് കർത്താവേ നീ സക്കറിയാവിനോട് പറഞ്ഞതാണ്. കർത്താവേ, സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ മനസ്സതാണ്. മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കർത്താവെ, ആ ഒറ്റ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കടം കയറി മുടിഞ്ഞവരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്, വാടക താമസിക്കുന്നവരുണ്ട്, കർത്താവെ ഒറ്റയ്ക്ക് കൊടുത്തവരുണ്ട്, സമ്പത്തിൽ പലിശ കയറി പോകുന്നവരുണ്ട്, കർത്താവെ വരുമാനം ഇല്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, കർത്താവെ ജോലി ഇല്ലാത്തവരുണ്ട്, കർത്താവെ പഠിക്കാൻ പോകുന്നവരുണ്ട്, കർത്താവെ വിദ്യുത് രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട്, കർത്താവെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, കർത്താവെ റിസൾട്ട് വന്നതിന് ശേഷം പുതിയ വിദ്യാഭ്യാസത്തിന് ഉപരി വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നുണ്ട്, കർത്താവെ അതിനുവേണ്ടിയുള്ള യോഗ്യത പരീക്ഷ എഴുതിയവരുണ്ട്, കർത്താവെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ അവരിലേക്കെല്ലാം അടിപ്പിണർ പോലെ ഈ നിമിഷം ആവശ്യിക്കട്ടെ. കർത്താവിന് സത്യം ആവശ്യിക്കട്ടെ. എല്ലാ ദുരിതങ്ങളുടെ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം തരേണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, നാഥാ വരേണമേ, ചേർക്കണമേ, നെഞ്ചിൽ ചേർക്കണമേ. ഇപ്പോഴും ക്യാൻസറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ചെറിയ കുരുവ് തുടങ്ങിയിട്ട് പിന്നീട് ഇത് പൊട്ടി അറിഞ്ഞു വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണ്. ആ രോഗികളെ കർത്താവ് ഇപ്പോഴും സൗഖ്യപ്പെടുത്താനായിട്ട് സന്ദേശമുണ്ട്. ആ വ്യക്തികൾ ആ പരിവിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ആന്തരികമായ എല്ലാ അവയവങ്ങളും ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, എന്നെ നിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. ഞാനിതിൽ സുഖപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിൻ്റെ ഏറ്റവും വലിയ ദാസനും ദാസിയുമായി
കർത്താവിന് വേണ്ടി പ്രേക്ഷിത പേരെ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശിഷ്ടകാലം ഞാൻ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയായിരിക്കും തീരുമാനമെടുക്കുക. ദൈവത്തിനെ ഇപ്പം കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. സൗഖ്യം തരേണമേ നാഥാ വരേണമേ നേർവഴി കാട്ടേണമേ നേർവഴി കാട്ടേണമേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദത്തിൻ്റെ സമയമായിട്ടുണ്ട്. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അഗസ്റ്റ് മാസം അമ്മയുടെ മാസമാണ്. അഗസ്റ്റ് മാസം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ മാസമാകാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും വലിയ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നത്. ഉടമ്പടി നൊവേന വൈകുന്നേരം 6 മണിക്ക് തുടങ്ങും, 7 മണി വരെയാണ് ശുശ്രൂഷ. ഉടമ്പടി എടുത്തിട്ടുള്ളവർക്ക്, എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നൊവേന ഒത്തിരിയേറെ അനുഗ്രഹം നൽകും. 5:15 മണിക്ക് തൊട്ട് നിയോഗ ജപമാല ആരംഭിക്കും. അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഒന്നും മുടങ്ങാതിരിക്കാൻ വേണ്ടി ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും അടയാളവും അത്ഭുതവും കിട്ടി ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി അതിശക്തമായി അവരെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളെയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും